guys, welcome back to yet another happening session of BSO. നമ്മുടെ സീരീസിലെ അവസാനത്തെ ക്ലാസ് ആണ്, അതും ബയോളജി. ബയോളജി എല്ലാവർക്കും ഇഷ്ടം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ ലാസ്റ്റ് സെഷൻ ബയോളജിയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതോടെ നമ്മുടെ BSO സീരീസ് അവസാനിക്കും. ഈ സീരീസിലൂടെ നിങ്ങൾക്ക് ഈ എക്സാമിനെ പറ്റി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പോർഷൻസ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ ഈ സീരീസിൻ്റെ സമയത്ത് ചർച്ച ചെയ്ത കാര്യങ്ങൾ, എസ്പെഷ്യലി ടോപ്പിക്സും അതിനെ ചുറ്റിപ്പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ലെവലും എല്ലാം ആ സിമിലർ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിൽ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ സെഷൻസ് നിങ്ങൾ വൃത്തിയായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ എക്സാം എഴുതാൻ പറ്റും. എന്തായാലും നമ്മുടെ ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ക്വിക്ക്ലി കമൻറ്റ് ബോക്സിൽ ഒരു ഹായ് എഴുതുക. നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ മെയിൻ ഇന്നത്തെ സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ എസ്പെഷ്യലി പ്ലാന്റ്സ് എന്ന ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, പ്ലാന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്, ആ വക കാര്യങ്ങളായിരിക്കും. ബയോളജിയുടെ ഫസ്റ്റ് സെഷൻ ഓൾറെഡി നമ്മുടെ ആൻ്റണി സാർ എടുത്തു. അതിൻ്റെ സെക്കൻഡ് സെഷൻ, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്സ് വേഴ്സസ് ഹോം. ഓക്കെ, ഹായ്, വെറൈറ്റി ഒരു പേരാണ്. എന്തായാലും മാത്സിനും ഒരു ഹൈ. മാത്സാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ബയോളജിയുടെ മിച്ചമുള്ള പോർഷൻസ്, ദാറ്റ് ഈസ് പ്ലാന്റ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ബോട്ടണി ക്വസ്റ്റ്യൻ, ബോട്ടണി സൈഡായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. സോ ഐ ഹോപ്പ് എവ്രി വൺ ഇസ് റെഡി. നമുക്ക് നേരെ നമ്മുടെ സിലബസ് ആദ്യം നോക്കാം. അപ്പം സിലബസ് ശ്രദ്ധിക്കുവാണെങ്കിൽ ഇത്രയും ടോപ്പിക്സ് ആണ് മെയിനായിട്ടും നമ്മൾ ബയോളജിയിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആദ്യത്തെ ചാപ്റ്ററാണ് ലൈഫ് പ്രോസസ്സസ്, ന്യൂട്രിഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ എന്നീ ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ രണ്ടാമത്തെ ടോപ്പിക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. അത് കഴിഞ്ഞിട്ടുള്ളത് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആസ് വെൽ ആസ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഇത്രയും മേജർ ഹെഡിങ്സ് ആണ് തന്നിരിക്കുന്നത്. ഈ ഹെഡിങ്സിൽ മെയിനായിട്ടും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്ലസ് ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ എക്സ്ട്രാ അഡീഷണൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഇന്നത്തെ സെഷനിൽ ചർച്ച ചെയ്യും. കൂടാതെ എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ ലെവൽ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലാസ്സസിലൂടെ കണ്ടു കാണും. എന്തായാലും ഇതെല്ലാം കൂടി അരച്ച് ചമ്മന്തിയാക്കിയിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നത്. അതുകൊണ്ട് നല്ലപോലെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോവുക. എന്തായാലും എക്സാംസ് അടുക്കാറായി. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ബുള്ളറ്റ് ട്രെയിൻ പോലെ ഓടുന്നുണ്ടായിരിക്കും. ആ ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്പീഡ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടി ഇന്നത്തെ ഫൈനൽ ബൂസ്റ്റർ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഈ സെഷൻ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിരിക്കും. ബേസിക്കലി ഓരോ ടോപ്പിക്സിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൊജക്റ്റ് ചെയ്യും. ആദ്യം ഞാൻ നിങ്ങൾക്ക് സമയം തരും ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ആനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷൻ, അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും, ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് വെക്കുക. പക്ഷെ സെൻഡ് ചെയ്യല്ലേ. ഞാൻ അത് കഴിഞ്ഞിട്ടൊരു 3, 2, 1 ഗോ എന്ന് പറയുമ്പോൾ മാത്രമേ നിങ്ങളുടെ സ്ക്രീനിൽ ആ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ, ഒറ്റയടിക്ക് ഒന്നിച്ച് നമുക്ക് ആൻസേഴ്സ് എഴുതാം. സോ ഇതാണ് ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ ഞാൻ നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിച്ചത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻ കാണുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ആ സെയിം ഡയലോഗാണ്, പേടിക്കാനൊന്നുമില്ല. എല്ലാം നമ്മൾ സ്ട്രോങ് ആയിട്ട് നല്ല ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ട് എത്രയും പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ എക്സാം എഴുതുന്ന ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തളരരുതേ, നമുക്ക് നല്ലപോലെ എക്സാം മുന്നോട്ട് എഴുതാം. സോ വിത്ത് ദി കൗണ്ട് ഓഫ് 3 ലെറ്റ്സ് ഗോ ഹെഡ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഇതാ സ്ക്രീനിൽ. ഫ്ലവേഴ്സ് വിത്ത് ബോത്ത് ആൻഡ്രോസിയം ആൻഡ് ഗൈനോസിയം ആർ called. ഓക്കെ, ആൻഡ്രോസിയം ആസ് വെൽ ആസ് ഗൈനോസിയം രണ്ടുമുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. ആദ്യത്തെ ഓപ്ഷനാണ് ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ്, ഓപ്ഷൻ ബി ഇസ് ആന്തർ, സി സ്റ്റേമൻ ആൻഡ് ഡി യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ആ ഓപ്ഷൻ ABCD ഏതാണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ഞാൻ 3, 2, 1 ഗോ എന്ന് പറയുമ്പോൾ മാത്രമേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? സോ on the count of 3, 2, 1 go. Okay, എന്തായാലും നോക്ക്,
എ, വെരി ഗുഡ്. നമുക്ക് നോക്കാം. മഞ്ജു പറയുന്നു എ ആണെന്ന്. ആണോ മഞ്ജു? ഓക്കെ, സയനി എന്ന് പറയുന്നു എ ആണ്. മാത്സും ഓക്കെ, മാത്സ് വേഴ്സസ് ഹോം. ഒരു വ്യത്യസ്ത ഒരു പേര് എന്ത് വിളിക്കണം, VS എന്ന് വിളിക്കാം. ഓക്കെ, മാത്സും ഹോം ഒരു പറഞ്ഞിട്ടൊരു സുഖമില്ല, അതുകൊണ്ട് VS എന്നായിരിക്കും ഞാൻ തന്നെ വിളിക്കാൻ പോകുന്നത്. VSും എ പറയുന്നു, സൂര്യ എ പറയുന്നു. ഓക്കെ, എല്ലാവരും എ എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മുഹമ്മദ് നൂറും എ എന്ന് പറഞ്ഞു. എന്നാൽ എ തന്നെയാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഈ പോർഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മൾ ഫ്ലവർ എടുക്കുമ്പോൾ ഫ്ലവർ ഇസ് എ മോഡിഫൈഡ് ഷൂട്ട് എന്നാണ് പറയുന്നത്. ഷൂട്ടിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഫ്ലവറിനെ കൺസിഡർ ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് അല്ലേ. അപ്പോൾ ഈ ഫ്ലവേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ പാർട്സ് കാണാൻ പറ്റും. പാർട്സ് ഈ ഫ്ലവറിനെ ടിപ്പിക്കലി മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ സർക്കിൾസ് കാണാൻ പറ്റും. ഇതുപോലെ സർക്കിൾസിൽ ഓരോ പാർട്സ്, ഓക്കെ, കൺസെൻട്രിക് സർക്കിൾസിൽ ഓരോ പാർട്സ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും. ആ ഓരോ കൺസെൻട്രിക് സർക്കിൾസിനെയാണ് നമ്മൾ വേൾഡ്സ് എന്ന് വിളിക്കുന്നത്. വേൾഡ്സ്. അപ്പോൾ വേൾഡ്സിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഔട്ടർ റീജിയനിലുള്ള വേൾഡിനെയാണ് നമ്മൾ കാലിക്സ് എന്ന പേരിൽ അറിയുന്നത്. കാലിക്സ് is made up of individual units. ഓരോ കാലിക്സിലെ ഓരോ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെപ്പിൾസ്. അപ്പം ഈ പച്ച കളർ കാണാൻ പറ്റുന്ന സ്ട്രക്ചറാണ് നമ്മുടെ സെപ്പിൾസ്. സെപ്പിൾസിൻ്റെ പ്രയോജനം എന്താ, ഫംഗ്ഷൻ എന്താ? ഈ ഫ്ലവർ ബഡ് സ്റ്റേജിലായിരിക്കുമ്പോൾ ആ സെപ്പിൾസ് ആണ് ഇതിനെ നല്ലപോലെ മൂടിയിരിക്കുന്നത്. നമ്മൾ പച്ച കളറല്ലേ ബഡിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ മൂടിയിരിക്കുന്ന കാണാൻ പറ്റുന്നത് ഈ സെപ്പിൾസ് കാരണമാണ്. സെപ്പിൾസ് ആണ് നല്ലപോലെ കവർ ചെയ്ത് ബഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ വേൾഡിലെ മെയിൻ ഫംഗ്ഷൻ. സെപ്പിൾസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കാലിക്സ് കഴിഞ്ഞ് വരുന്ന വേളിൻ്റെ പേരാണ് കൊറോല. കൊറോളയുടെ ഓരോ യൂണിറ്റിനെയും ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് പെറ്റൽസ്. ഓക്കെ, നമ്മുടെ ആ ബ്രൈറ്റ്ലി ആ ഫ്ലവറിൻ്റെ ബ്യൂട്ടി തരുന്ന ആ സ്പെഷ്യൽ സ്ട്രക്ചർ, അതിൻ്റെ പെറ്റൽസ് ആണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ചില പ്ലാന്റ്സിൽ അത് ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും, ചിലതിൽ വൈറ്റ് ഒക്കെ ആയിരിക്കും, ചിലതിലൊക്കെ അത്രയും കളറൊന്നുമില്ല, രസമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. എന്തായാലും ബ്രൈറ്റ്ലി കളേർഡ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ബ്രൈറ്റ്ലി കളേർഡ് പെറ്റൽസ് എക്സിസ്റ്റ് ചെയ്യുന്നത് പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, തിങ്ക് ചെയ്യുക, അത് നിങ്ങളുടെ ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾ ഈ രാത്രിയിൽ വിരിയുന്ന പൂക്കൾ കണ്ടിട്ടുണ്ടോ? രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ പെറ്റൽസ് വെള്ള കളറാണ്. അത് എന്തുകൊണ്ടായിരിക്കും? ബാക്കി എല്ലാ കളേഴ്സിൽ നമ്മൾ നല്ല ബ്രൈറ്റ് ചുമല, മഞ്ഞ, പിങ്ക്, വയലറ്റ് അതുപോലത്തെ ഒരു ബ്രൈറ്റ് കളേഴ്സ് അല്ലേ കാണുന്നത്. പക്ഷെ രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്ക് വൈറ്റ് കളറാവുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. എന്തായാലും നമുക്ക് നോക്കാം. എനിവേസ്, അപ്പം പെറ്റൽസ് പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടിരിക്കുന്നത്. ആ കളർ കണ്ടിട്ട് പോളിനേറ്ററിന് ഭയങ്കര സന്തോഷം തോന്നും. പോളിനേറ്റർ അങ്ങനെ വന്ന് പോളിനേഷൻ എന്ന പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. കാലിക്സ്, കൊറോള ഈ രണ്ട് ലെയേഴ്സിനെ നമ്മൾ ആക്സസറി വേൾഡ്സ്, ഈ രണ്ട് വേൾഡ്സിനെയും ആക്സസറി വേൾഡ്സ് എന്നാണ് പറയുന്നത്. കാരണം റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിൽ ഡയറക്റ്റ് ഇവർക്ക് റോളില്ല. ഇവരില്ലെങ്കിലും റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ് പ്ലാന്റ്സിൽ നടക്കും. അതുകൊണ്ട് തന്നെ ഇവർ ആക്സസറി വേൾഡ്സ് അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ വേൾഡ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന അടുത്ത വേൾഡാണ് നമ്മുടെ മെയിൽ വേൾഡ്. അതിനെയാണ് ആ വേൾഡിനെ വിളിക്കുന്ന പേരാണ് ആൻഡ്രോസിയം. ഓരോ ആൻഡ്രോസിയം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് repeating units called as stamens. Okay, androsium is made up of repeating units called as stamens. ഇനി ഒരു ടിപ്പിക്കൽ സ്റ്റേമനിൻ്റെ ആൻസേഴ്സ് വന്ന് തുടങ്ങി. ബിക്കോസ് മൂൺ ഇസ് വൈറ്റ്, വെറൈറ്റി ആൻസർ. ആബ്സെൻസ് ഓഫ് സൺലൈറ്റ്. ഓക്കെ, അപ്പോൾ സൺലൈറ്റ് ഇല്ല, മൂൺ വൈറ്റ് ആണ്, അതുകൊണ്ട് ഫ്ലവേഴ്സും വൈറ്റ്. അപ്പം ഫ്ലവേഴ്സിന് എന്തെങ്കിലും ഗുണമുണ്ടോ ഈ വൈറ്റ് കളർ അങ്ങനെ ഇരുന്നാൽ? സോ ദാറ്റ് ഇൻസെക്ട്സ് ക്യാൻ സീ വൈറ്റ് കളർ ഇൻ നൈറ്റ്. ഗ്രേറ്റ്. അപ്പം ഞാൻ രണ്ടുപേരുടെയും ആൻസേഴ്സ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ തരിക. ബേസിക്കലി ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ എടുത്ത് നിൽക്കുന്ന കളർ വെള്ളയല്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് വെള്ളയായിട്ടിരിക്കുന്നത്. എന്തായാലും മോത്ത്, ഇവരെ രാത്രിയിൽ വിരിയുന്ന പൂക്കളെ ഏറ്റവും കൂടുതൽ പോളിനേറ്റ് ചെയ്യുന്നത് മോത്താണ്. അപ്പോൾ ഈ മോത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വെള്ള കളർ. ചിലപ്പോൾ ഒരു ഹിന്റ് തന്നാൽ ചിലപ്പോൾ ഈ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന യക്ഷികൾ വെള്ള സാരി എടുത്തിട്ടല്ല ചേച്ചിമാർ വരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കറുത്ത ഇരുട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ അവരെ കുറച്ച്
കുറച്ചും കൂടി എടുത്ത് കാണാൻ പറ്റുന്ന ആ സൈസ് ഒരു സിനേറിയോ. ഓക്കെ, സോ എനിവേസ് ബേസിക്കലി ഇറ്റ്സ് ടു അട്രാക്ട് ദി പോളിനേറ്റേഴ്സ് വിച്ച് ആർ ആക്ച്വലി മോത്ത്. അതിനു വേണ്ടിയാണ് ഇവർ വെള്ള കളറുള്ളത്. ഗ്രേറ്റ്, രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ തംസ് അപ്പ്. സൈനിയും സൂര്യ അവരാണ് നമുക്ക് ആൻസർ തന്നത്. എന്തായാലും ഗ്രേറ്റ്. ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വേളിനെ പറ്റിയായിരുന്നു. തേർഡ് വേളാണ് നമ്മുടെ ആൻഡ്രോസിയം. ആൻഡ്രോസിയത്തിൻ്റെ ഓരോ റിപ്പീറ്റിംഗ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന സ്റ്റേമൻ. സ്റ്റേമനിൻ്റെ ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. അതിൻ്റെ ആ സ്റ്റോക്ക് പോലത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫിലമെന്റ് എന്ന് വിളിക്കുന്നത്. ബൾബ് പോലെ ഇരിക്കുന്ന ആ സ്ട്രക്ചേഴ്സിനെയാണ് ആന്തർ എന്ന് പറയുക. ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് അല്ലെങ്കിൽ മെയിലിൻ്റെ ഗമീറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഇരിക്കുന്നത്. ആ ആന്തേഴ്സിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ന് വിളിക്കുന്നത്. പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മെയിൽ ഗമീറ്റ് എക്സിസ്റ്റ് ചെയ്യുക. ഈ മെയിൽ ഗമീറ്റ് ആണല്ലോ നമ്മുടെ റീപ്രൊഡക്ഷനിൽ ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. മെയിൽ ഗമീറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലാണ്. ഈ പോളൻ ഗ്രെയിൻസ് എവിടെയാണ് കാണുന്നത്? ആന്തറിൻ്റെ ഉള്ളിലാണ്. ആന്തർ എവിടെയാണ് ഇരിക്കുന്നത്? ഫിലമെൻറ്റിൻ്റെ ഒരു ടിപ്പിൽ ഇങ്ങനെ പല അറേഞ്ച്മെൻറ്റിൽ ഇരിക്കാം. എന്തായാലും ഒരു കോമൺ അറേഞ്ച്മെൻ്റ് ആണ് ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇനിയും ഏറ്റവും ഉള്ളിലത്തെ ഇന്നർ മോസ്റ്റ് വേൾഡ്, ഏറ്റവും ഉള്ളിൽ കാണാൻ പറ്റുന്ന ഈ വേൾഡിനെയാണ് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് അല്ലെങ്കിൽ ഗൈനോസിയം എന്ന പേരിൽ അറിയുന്നത്. ഗൈനോസിയം എന്ന പേരിൽ അറിയുന്നത്. ഇതിന്റെ ഓരോ യൂണിറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് പിസ്റ്റൽ അല്ലെങ്കിൽ കാർപ്പൽ. ഇനി ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പിസ്റ്റൽ അല്ലെങ്കിൽ കാർപ്പലിന് ഒരു ഹെലികോപ്റ്റർ ലാൻഡിംഗ് പാഡ് പോലെ ഇവിടെയും ഒരു ലാൻഡിംഗ് പാഡ് ഉണ്ട്. ആ ലാൻഡിംഗ് പാഡിനെയാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് വിളിക്കുന്നത്. സ്റ്റിഗ്മ. അത് കഴിഞ്ഞിട്ടൊരു ലോങ് റോഡ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. പാസേജ് ആണ്. അപ്പോൾ ഇമാജിൻ ചെയ്യുക, ഒരു 20 ഫ്ലോറുള്ള ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിൻ്റെ മേളിൽ ഒരു ഹെലികോപ്റ്റർ പാഡ്. ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ആ സ്ഥലത്താണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ പൈപ്പ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ അവസാനം ഒരു ബൾജ് പോർഷൻ ഉണ്ട്. ഈ പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഈ സാധനത്തെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. ആ ബൾബ് പോർഷൻ ഇസ് കോൾഡ് ആസ് ഓവറി. ഇൻസൈഡ് ദി ഓവറി, ഈ ഓവറിക്കുള്ളിലാണ് നമുക്ക് വേറെ കുറേ സ്ട്രക്ചർ കാണാൻ പറ്റുന്നത്. ഈ സ്ട്രക്ചേഴ്സിൻ്റെ പേരാണ് ഓവ്യൂൾസ്. ഓവ്യൂൾസ്. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അറിയാമെങ്കിൽ ഒന്ന് ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ ഫീമെയിൽ പാർട്ടിൽ ആക്ച്വലി ഏത് പാർട്ടാണ് ഫ്രൂട്ട്സ് ആയി മാറുന്നതും ഏത് പാർട്ടാണ് സീഡായി മാറുന്നതും? അപ്പം ഞാൻ കമൻറ്റ് ബോക്സ് എന്തായാലും നോക്കുന്നുണ്ട്. ആൻസർ അറിയാമെങ്കിൽ ഒന്ന് ക്വിക്ക്ലി ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷൻ കാണുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കും. അപ്പോൾ ഇത്രയും പാർട്സ് ആണ് മെയിനായിട്ടും നമുക്ക് ഒരു ഫ്ലവറിൽ കാണാൻ പറ്റുന്നത്. ഒരു 4 വേൾഡ്സ്. അപ്പോൾ ഈ 4 വേൾഡ്സും ഉണ്ടെങ്കിലാണ് നമ്മൾ ഫ്ലവറിനെ പെർഫെക്റ്റ് ഫ്ലവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പെർഫെക്റ്റ് ഫ്ലവർ എന്ന് വിളിക്കും. ആൻഡ് പ്ലസ്, ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാൻ പറ്റും മെയിൽ പാർട്ടും ഉണ്ട്. സോ ഇതാണ് മെയിൽ പാർട്ട്, ഇതാണ് നമ്മുടെ സംസാരിച്ച ഫീമെയിൽ പാർട്ട്. സെൻറ്ററിൽ ഇരിക്കുന്നു. രണ്ടുപേരും ഉണ്ട്. അതുകൊണ്ട് സിൻസ് രണ്ടുപേരും ഇവിടെ ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ വിളിക്കുന്നത് മോണോഷ്യസ് ഫ്ലവേഴ്സ് എന്ന പേരിലാണ് ഇവരെ അറിയുന്നത്. അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവർ എന്നൊക്കെ വിളിക്കും. മോണോഷ്യസ് കണ്ടീഷൻ അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവർ എന്നൊക്കെ നമ്മളിവിടെ വിളിക്കാറുണ്ട്. കാരണം രണ്ടും ഉണ്ട്. ബൈസെക്ഷൽ. ഓക്കെ, ബൈസെക്ഷൽ ഉദ്ദേശിക്കുന്നത് മെയിൽ പാർട്സും ഉണ്ട് ഫീമെയിൽ പാർട്സും ഉള്ള ഒരു കോമൺ ഫ്ലവർ. ഇതാണ് നമ്മുടെ ടിപ്പിക്കൽ പെർഫെക്റ്റ് ഫ്ലവർ. ഓക്കെ, വേറെ എക്സാമ്പിൾ, ഇതിൻ്റെ സിമിലർ എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ദത്തൂരയിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കോമൺ ഹിബിസ്കസ്. ഹിബിസ്കസിലൊക്കെ നമുക്ക് ബൈസെക്ഷൽ ഫ്ലവർ ആണ് കാണാൻ പറ്റുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ദർ ആർ ഫ്ലവേഴ്സ് ഹൂ വുഡ് ഹാവ് ഓൺലി വൺ ഓഫ് ദി ഇന്നർ ആക്സസറീസ്. നമ്മുടെ ഇന്നർ ആക്സസറീസ് എന്ന് ഉദ്ദേശിക്കുന്ന ആൻഡ്രോസിയം, ഗൈനോസിയം, അവരാണ് മെയിൻ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ്സ്. അപ്പോൾ അവരെയാണ് നമ്മൾ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എസെൻഷ്യൽ വേൾഡ്സിൻ്റെ ഏതെങ്കിലും ഒരു എൻറ്റിറ്റി മാത്രമേ ഈ ഫ്ലവേഴ്സിൽ കാണത്തുള്ളൂ. അതുപോലത്തെ ഫ്ലവേഴ്സിനെയാണ് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കുന്നത്. മെയിൽ പാർട്ടാകാം അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ടാകാം. അതുപോലത്തെ ഫ്ലവേഴ്സിനെയാണ്
യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പപ്പായ. ഓക്കെ, നമ്മുടെ പപ്പരയ്ക്ക. അപ്പം പപ്പരയ്ക്ക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില പപ്പരയ്ക്കയിൽ ഫ്ലവർ ഉണ്ടാകും പക്ഷെ ഫ്രൂട്ട് ഉണ്ടാകത്തില്ല. പക്ഷെ ചില പപ്പായ പ്ലാന്റ്സിൽ ഫ്ലവറും ഉണ്ടാകും ഫ്രൂട്ടും ഉണ്ടാകും. അപ്പോൾ നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് അയ്യോ ഫ്ലവർ വന്നു പക്ഷെ ഫ്രൂട്ട് വന്നില്ല, അപ്പോൾ ആ പ്ലാന്റ് വേസ്റ്റ് ആയിപ്പോയി. വേസ്റ്റ് ഒന്നും ആയിട്ടില്ല, അതൊരു മെയിൽ പ്ലാന്റ് ആയിരുന്നു. ഫ്രൂട്ട് ഉണ്ടാകണമെങ്കിൽ അത് ഫീമെയിൽ പ്ലാന്റ് തന്നെ വേണം. അപ്പം പപ്പായ 2 ഡിഫറെൻറ്റ് പ്ലാന്റിലാണ് ഫ്ലവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ കാണുന്ന ഫ്ലവേഴ്സിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒറ്റ ഒരു റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് മെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും, അതാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലത്തെ ഫ്ലവേഴ്സിനെയാണ് നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്. 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് ഫ്ലവറിങ്, മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാകുന്നത്. ഇതുപോലത്തെ കണ്ടീഷനെയാണ് ഡൈയോഷ്യസ് കണ്ടീഷൻ എന്ന് പറയുക. അപ്പോൾ ഇത്രയും ടൈപ്പിലെ കാര്യങ്ങളാണ് നമ്മളിവിടെ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് കുറേ വന്നിട്ടുണ്ട്. ഗ്രേറ്റ്. ഓവറി, ഫ്രൂട്ട്, ഓവ്യൂൾസ്, സീഡ് 100% കറക്റ്റ്. സീഡ്, ഓവ്യൂൾസ്, ഗ്രേറ്റ്. എനിക്ക് ഉറുദു വായിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് സോറി, പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും യെസ്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഓവറി ഇസ് ഫ്രൂട്ട്, ഓവറി ഫ്രൂട്ട്, ഓവറി ഫ്രൂട്ട്, ഓവ്യൂൾ സീഡ്. ഗ്രേറ്റ്, എല്ലാവരും പറഞ്ഞത് കറക്റ്റ്. ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നത്, ഓവ്യൂൾ ഉള്ളിക്കണ്ട ആ ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ഫ്ലവേഴ്സ് വിത്ത് ബോത്ത് ആൻഡ്രോസിയം, ആൻഡ്രോസിയം ഉദ്ദേശിക്കുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റും ഗൈനോസിയം അതിൻ്റെ അർത്ഥം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റും രണ്ടുമുള്ള ഫ്ലവർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ്. അതിലല്ലേ നമ്മൾ കണ്ടത്, രണ്ടുമുണ്ട്. അതുകൊണ്ട് എ ആണ് ഇതിൻ്റെ ഓപ്ഷൻ. അപ്പം നിങ്ങൾ എല്ലാവരും എ ഇട്ട എല്ലാവർക്കും കോൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ പൊളി പിള്ളേരാണെന്ന് ഞാനിങ്ങനെ ഇതിന് മുന്നേ വന്ന ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ എനിക്കും വിശ്വാസമായി നിങ്ങൾക്കെല്ലാം അറിയാമെന്ന്. ഓക്കെ, സോ വണ്ടർഫുൾ, ഗ്രേറ്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിൽ ഇതാ വന്നിരിക്കുന്നു. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് സിമിലർ ടു ഓട്ടോഗാമി? ഓട്ടോഗാമി ബട്ട് റിക്വയേഴ്സ് പോളിനേറ്റേഴ്സ്. അപ്പോൾ ഇവിടെ പോളിനേഷൻ എന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പോളിനേഷൻ എന്ന പ്രോസസ്സിൽ പല ടൈപ്പിലെ പോളിനേഷൻ ഉണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ടൈപ്പായ ഓട്ടോഗാമി. ഓക്കെ, അതുപോലെ ഇരിക്കുന്ന ഒരു പോളിനേഷൻ, പക്ഷേ പോളിനേറ്റേഴ്സിൻ്റെ സഹായം ആവശ്യമുണ്ട് ഇവിടെ. അത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: എ ഗിറ്റ്നോഗാമി, ബി ക്ലീസ്റ്റോഗാമി, സി അപ്പോഗാമി, ഡി സെനോഗാമി. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് എന്തായാലും ടൈപ്പ് ചെയ്ത് വെക്കുക. ഞാൻ സെൻഡ് അല്ലെങ്കിൽ 3, 2, 1 ഗോ എന്ന് പറയുമ്പോൾ മാത്രമേ സെൻഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, സോ റെഡി? ഓൺ ദി കൗണ്ട് ഓഫ് 3, 3, 2, 1 ഗോ. എന്തായിരിക്കും ആൻസർ? ഓക്കെ, എന്തായാലും ഇത് റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് ആണ് പോളിനേഷൻ എന്താണ്. പോളിനേഷൻ എന്ന പ്രോസസ് നമ്മൾ പറയുമ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ദി ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, പോളൻ ഗ്രെയിൻസ് എവിടെയായിരുന്നു ഉണ്ടാകുന്നത്? നമ്മൾ കണ്ടത് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിന്റെ പാർട്ടായ ആന്തറിന്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ആ പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ നിന്ന് നമ്മൾ സംസാരിച്ച ഹെലികോപ്റ്റർ പോലത്തെ സ്ട്രക്ചർ, ഹെലികോപ്റ്റർ അല്ല, ലാൻഡിംഗ് പാഡ് പോലത്തെ സ്ട്രക്ചർ അങ്ങോട്ട്, ലാൻഡിംഗ് പാഡ് പോലത്തെ സ്ട്രക്ചർ ഏതായിരുന്നു? സ്റ്റിഗ്മ. അപ്പോൾ ആ സ്റ്റിഗ്മയിലോട്ടുള്ള ട്രാൻസ്ഫറിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന പേരിൽ അറിയുന്നത്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദി സ്റ്റിഗ്മ ഓഫ് ദി ഫീമെയിൽ ഫ്ലവർ ഇസ് കോൾഡ് ആസ് പോളിനേഷൻ. പല മെക്കാനിസംസ് ഉണ്ട്, പല ഏജൻസ് ഉണ്ട് ഈ പ്രോസസ്സ് നടക്കാൻ വേണ്ടി സഹായിക്കുന്നത്. എബയോട്ടിക് ഏജൻസിനെ പറ്റി പറയുവാണെങ്കിൽ വാട്ടർ, wind, these are the abiotic agents. On the other hand, biotic agents എന്ന് പറയുമ്പോൾ പല ഓർഗാനിസംസ് ഉണ്ട്. ബേർഡ്സ് ആകാം, ഇൻസെക്ട്സ് ആകാം, ആനിമൽസ് ആകാം. ഓരോരുത്തർക്കും ഓരോ പേരാണുള്ളത്. എന്തായാലും ഇവരെല്ലാവരും ഒന്നിച്ച് വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ് ഇനിയും എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് ആ ബേസിസിൽ നമ്മൾ പല പേരുകൾ യൂസ് ചെയ്യാറുണ്ട്. So first, let's see. First type of pollination is self-pollination. Self-pollination കാറ്റഗറിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ഓട്ടോഗാമി. ഓട്ടോ മീൻസ് സെൽഫ്. അപ്പം ഇവിടെ ഉള്ള ഫ്ലവേഴ്സ് ബൈസെക്ഷുവൽ ആണ്. അവർക്ക് തന്നെ ഫീമെയിൽ പാർട്ടുണ്ട്, അവർക്ക് തന്നെ മെയിൽ പാർട്ടും ഉണ്ട്. ഓക്കെ, ഫീമെയിൽ പാർട്ടും ഉണ്ട്, മെയിൽ പാർട്ടും ഉണ്ട്. അപ്പോൾ എന്താ കണ്ടിരിക്കുന്നത്? രണ്ടുപേരും സെയിം ടൈമിൽ മെച്യൂർ ആകും. മെയിൽ പാർട്ടിലെ ആന്തർ പൊട്ടി പോളൻ ഗ്രെയിൻസ് പുറത്ത് വന്ന് അവിടെ തന്നെയുള്ള സ്റ്റിഗ്മയുടെ പുറത്ത് വീഴും. അങ്ങനെയാണ് അവിടെ നടക്കുന്ന സെൽഫ് പോളിനേഷൻ വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ സിറ്റുവേഷനാണ് നമ്മൾ ഓട്ടോഗാമി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ സെൽഫ് പോളിനേഷൻ്റെ വേറെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. സെയിം പ്ലാന്റ്, ആ സെയിം പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ആന്തറിലുള്ള പോളൻ ഗ്രെയിൻ
വേറെ ഒരു പോളിനേറ്റിംഗ് ഏജന്റിന്റെ സഹായത്തോടെ ആ സെയിം പ്ലാന്റിൽ പക്ഷെ വേറെ ഒരു ഫ്ലവറിലുള്ള സ്റ്റിഗ്മയിൽ വീഴും. ഈ സിറ്റുവേഷനെയാണ് നമ്മൾ ഗിറ്റ്നോഗാമി എന്ന പേരിൽ അറിയുന്നത്. ഓക്കെ, സെയിം പ്ലാന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. സെയിം പ്ലാന്റ് ആണ് സിനേറിയോ, പക്ഷെ പ്ലാന്റിൽ 2 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം ഒരു ഫ്ലവറിന്റെ മേൽ പാർട്ടിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻ മറ്റ് ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു. അതിനെയാണ് നമ്മൾ ഗിറ്റ്നോഗാമി എന്ന പേരിൽ അറിയുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് ക്രോസ് പോളിനേഷൻ. അപ്പൊ അതിന് മുന്നേ ഓർത്ത് വെക്കുക, സെൽഫ് പോളിനേഷന്റെ 2 ടൈപ്പാണ് നമ്മൾ ഇവിടെ കണ്ടത്, ഓട്ടോഗാമിയും ഗിറ്റ്നോഗാമി. മൂന്നാമത്തെ ടൈപ്പാണ് ക്രോസ് പോളിനേഷൻ. ഉദ്ദേശിക്കുന്നത് ഇത് പ്ലാന്റ് 1, ഇത് പ്ലാന്റ് 2. അപ്പം പ്ലാന്റ് 1ലുള്ള ഫ്ലവേഴ്സിന്റെ ആന്തറിൽ നിന്നുണ്ടായിരിക്കുന്ന പോളൻ ഗ്രെയിൻ വേറെ പ്ലാന്റിലെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു. അതിനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ സെനോഗാമി എന്ന പേരിൽ അറിയുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പിലെ പോളിനേഷൻ മെക്കാനിസംസ് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയാൽ, ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് സിമിലർ ടു ഓട്ടോഗാമി. അപ്പോൾ സിമിലർ ടു ഓട്ടോഗാമി എന്ന് ഉദ്ദേശിക്കുന്നത് സെൽഫ് പോളിനേഷൻ തന്നെയാണ്. സെൽഫ് പോളിനേഷനെ പറ്റി തന്നെയാണ് ചോദിക്കുന്നത്. ബട്ട് റിക്വയേഴ്സ് പോളിനേറ്റേഴ്സ്. പക്ഷെ പോളിനേറ്റേഴ്സിന്റെ ആവശ്യമുണ്ട്, ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഏതായിരിക്കും ഇതിന്റെ ആൻസർ, ഏതായിരിക്കും ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരിക? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഷുഡ് ബി ഗിറ്റ്നോഗാമി. ഗിറ്റ്നോഗാമിയിലാണ് നമ്മൾ ഇവിടെ കണ്ടത് ഒരു അഡീഷണൽ, ഒരു സെയിം പ്ലാന്റിലെ ഫ്ലവർ ആണ്, പക്ഷേ ആ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റേ ഫ്ലവറിലോട്ട് ആ പോളൻ പോകണമെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ട്, ഏതെങ്കിലും ഒരു ഏജന്റിന്റെ ആവശ്യമുണ്ട്. ആ ഏജന്റിന്റെ ഹെൽപ്പ് കൊണ്ടാണ് അത് ഒരു ഫ്ലവറിൽ നിന്ന് മറ്റേ ഫ്ലവറിലോട്ട് ട്രാൻസ്ഫർ ഷോ ചെയ്യുന്നത്. രണ്ടാമത്തത് ക്ലീസ്റ്റോഗാമി. ക്ലീസ്റ്റോഗാമി എന്ന് ഉദ്ദേശിക്കുന്നത് ചില ഫ്ലവേഴ്സ് അവരുടെ ജീവിതകാലത്തെ ഒരിക്കലും ഓപ്പൺ ആകത്തില്ല, എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ആ ക്ലോസ്ഡ് ഫ്ലവേഴ്സിനെയാണ് ക്ലീസ്റ്റോഗാമി. അപ്പം ക്ലോസ്ഡ് ഫ്ലവേഴ്സിൽ എങ്ങനെയായിരിക്കും? ഓട്ടോഗാമി ആയിരിക്കും സംഭവിക്കാൻ പോവുക. ഓക്കെ, ഓട്ടോഗാമിയാണ് സംഭവിക്കുന്നത്. അവിടെ വേറെ ഏജൻസിനൊന്നും കയറാൻ പറ്റത്തില്ല, കാരണം ആ ഫ്ലവേഴ്സ് ഒരിക്കലും ജീവിതത്തിൽ തുറക്കത്തില്ല. ഓക്കെ, അങ്ങനത്തെ ഫ്ലവേഴ്സാണ് ക്ലീസ്റ്റോഗാമി എന്ന് ഷോ ചെയ്യുന്നത്. അപ്പോഗാമി അത് വേറെ ഒരു ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരു ഹാപ്ലോയിഡ് ബോഡി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. സെനോഗാമി എന്ന് ഉദ്ദേശിക്കുന്നത് ക്രോസ് പോളിനേഷൻ ആണ്. സോ ഇതിന്റെ ആൻസർ ഷുഡ് ബി എ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കുള്ളത് എംബ്രിയോ സാക്ക് ഇസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദി. എംബ്രിയോ സാക്ക് എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്റ്റിഗ്മ, ഓപ്ഷൻ ബി ഓവ്യൂൾ, ഓപ്ഷൻ സി മൈക്രോപൈൽ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റൈൽ. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? എവിടെയാണ് നമുക്ക് ഓവ്യൂളിനെ കാണാൻ പറ്റുന്നത്, എംബ്രിയോ സാക്കിനെ കാണാൻ പറ്റുന്നത്? നിങ്ങളുടെ ഓപ്ഷൻസ്, ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യുക, നോക്കട്ടെ. ഓക്കെ, മാത്സും ആകർഷ് എല്ലാവരും പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എ. എന്തായാലും എല്ലാവർക്കും കാര്യം മനസ്സിലായി, അതുകൊണ്ട് വെരി ഹാപ്പി, ഗ്രേറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്താണ് നിങ്ങൾ തോന്നുന്നത്? ഈ എംബ്രിയോ സാക്ക് ബേസിക്കലി എവിടെയായിരിക്കും? എംബ്രിയോ ബേസിക്കലി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞുണ്ടാകുന്ന ഒരു സ്റ്റേജ് അല്ലേ? അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന എവിടെയാണ്? ഫീമെയിൽ പാർട്ടിലല്ലായിരിക്കും. അപ്പം ഫീമെയിൽ പാർട്ടിൻ്റെ ഏതോ ഒരു സോണിൽ, നമ്മൾ ഫീമെയിൽ പാർട്ടിനെ പല സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഏത് പാർട്ടിലാണ് ഈ ആക്ച്വലി എംബ്രിയോ സാക്ക് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് തോന്നുന്നു? ഓവ്യൂൾ. ഓക്കെ, ബി. ക്രാഫ്റ്റി ഫിംഗേഴ്സ് പറയുന്നു ഓവ്യൂൾ. വണ്ടർഫുൾ. ബി ആണോ നോക്കാം. എന്തായാലും ഇതിനെ ചുറ്റിയുള്ള കോൺസെപ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റിഗ്മ ഒരു ലാൻഡിങ് സർഫേസ് മാത്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിഗ്മയിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ, സിൻസ് ഇറ്റ്സ് എ ലാൻഡിങ് സർഫേസ്, ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ സ്ട്രക്ചർ. ഫൈൻ, നോർമൽ സ്ട്രക്ചർ. അവിടെ പോളൻ ഗ്രെയിൻ വരുന്നു, ലാൻഡ് ചെയ്യുന്നു, അത്രയും മാത്രം സംഭവിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്, അതിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് വിളിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള സ്വലൻ പോർഷൻ, നിങ്ങൾ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ഓവറി തന്നെയല്ലേ ഫ്രൂട്ടായി മാറുന്നത്. ആ ഓവറിക്കുള്ളിലാണ് സീഡ്സ് ഓവ്യൂൾസ് ഇരിക്കുക, ആ ഓവ്യൂൾസ് ആണ് സീഡ്സ് ആയി മാറുന്നത്. അപ്പോൾ അതിൻ്റെ സെയിം ഡയഗ്രാം, ഒരു ടിപ്പിക്കൽ
ഓവ്യൂളിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പുറത്ത് കാണാൻ പറ്റുന്നത് ഓവറി. ആ ഓവറിക്കുള്ളിലാണ് ബേസിക്കലി ഓവ്യൂൾ ഇരിക്കുന്നത്. ഓവ്യൂളിന് ഉള്ളിൽ ഒരു സ്പെഷ്യൽ സെല്ലുണ്ട്. ആ സെല്ലിനെയാണ് നമ്മൾ മെഗാസ്പോറോസൈറ്റ് അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെൽ എന്നൊക്കെ വിളിക്കുന്നത്. ഈ മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ് ചെയ്ത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. ഈ സ്ട്രക്ചറിന്റെ പേരാണ് എംബ്രിയോസാക്ക്. ഓക്കെ, നമ്മൾ ഈ സ്ട്രക്ചറിനെയാണ് എംബ്രിയോസാക്ക് എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രക്ചർ എവിടെയാണ് നമ്മളിപ്പം കണ്ടേ? നമ്മുടെ ഓവ്യൂളിന് ഉള്ളിലാണ് ഈ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഓവ്യൂൾ എവിടെയായിരിക്കുന്നത്? ഓവറിക്കുള്ളിലാണ് ഓവ്യൂൾ ഇരിക്കുന്നത്. അപ്പോൾ എംബ്രിയോസാക്കിന്റെ പ്രത്യേകത ഇതിനെ പറയുന്നത്, ഇതിനകത്ത് 8 ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് നമ്മുടെ ബ്രെയിൻ ഓഫ് ദ സെല്ല് ഉദ്ദേശിക്കുന്ന 8 ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ ഇത് 7 സെൽഡ് കണ്ടീഷനാണ്. 7 സെൽഡ് കണ്ടീഷനാണ്. 7 സെൽസേ ഉള്ളൂ, പക്ഷെ 8 ന്യൂക്ലിയസ് ഉണ്ട്. എങ്ങനെയാണ് നമുക്കൊന്ന് എണ്ണി നോക്കാം. അതിന്റെ ടോപ്പ് പോർഷൻ ഇതിനെയാണ് നമ്മൾ ചലാസൽ എൻഡ് എന്ന് വിളിക്കുന്നത്. ബേസിക്കലി എഗ് ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതിനെയാണ് ചലാസൽ എൻഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ 3 സെൽസ് ഉണ്ട്. ഈ 3 സെൽസിന്റെയും പേരാണ് ആന്റിപോഡിൽസ്. ഓക്കെ, ആന്റിപോഡിൽസ്. അതിൻ്റെ അടിയിൽ നേരെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 സെൽസ് ഉണ്ട്. അതിനകത്ത് നടക്കിരിക്കുന്ന സെല്ലിനെയാണ് നമ്മൾ എഗ് സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എഗ് സെല്ലിൻ്റെ സൈഡിൽ 2 അഡീഷണൽ സെൽസ് ഉണ്ട്. ആ സെൽസിനെയാണ് നമ്മൾ സിനർജിഡ്സ് എന്ന് വിളിക്കുക. സിനർജിഡ്സ്. അപ്പോൾ എത്രയായി? 1 2 3 4 5 6 സെൽസായി. ഓക്കെ, ഇനിയും 6 സെൽസായി. നമ്മൾ ഒരു 7 സെൽസ് ബട്ട് 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷനാണ് കാണാൻ പറ്റുന്നത്. സെൻറ്ററിൽ നോക്കുവാണെങ്കിൽ സെൻറ്ററിലാണ് നമുക്ക് ഈ റിമൈനിങ് പോർഷൻസ് കാണാൻ പറ്റുന്നത്. സെൻറ്ററിൽ 2 ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ഒറ്റ ഒരു സെല്ലായിട്ടാണ് കാണുക, ഒറ്റ ഒരു സെല്ലായിട്ടാണ് വിളിക്കുന്നത്. ഇത് ബേസിക്കലി പൊലാർ ന്യൂക്ലിയൈ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ അവർ ഒറ്റ ഒരു സിംഗിൾ സെൽ സ്ട്രക്ചറാണ് ഉണ്ടാക്കുന്നത്. സോ ദാറ്റ്സ് വൈ ദിസ് ഇസ് കോൾഡ് ആസ് 8 ന്യൂക്ലിയസ് ബട്ട് 7 സെൽഡ് കണ്ടീഷൻ. ഇതാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സിലും കോമൺ ആയിട്ട് കാണുന്നത്. നൗ നമ്മുടെ എംബ്രിയോസാക്കിൽ കയറാനുള്ള ആ സ്പേസ്, ആ പോയിന്റിനെയാണ് നമ്മൾ മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എഗ് ഇരിക്കുന്ന സൈഡാണ് മൈക്രോപൈലാർ എൻഡ്. അതിന് നേരെ തിരിച്ചുള്ള എൻഡിനെയാണ് നമ്മൾ ചലാസൽ എൻഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് ടിപ്പിക്കൽ സ്ട്രക്ചർ. ഇനി നമുക്ക് നോക്കാം പോളൻ ഗ്രെയിൻ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. സോ ഇമാജിൻ ഇതായിരുന്നു നമ്മുടെ ഫീമെയിൽ പാർട്ട്. അതിൻ്റെ ലാൻഡിങ് പാർട്ടായ സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻ വന്നിരുന്നു. പോളൻ ഗ്രെയിൻ വന്നിരുന്ന ആ സ്റ്റിഗ്മയിലുള്ള ജ്യൂസസ്, ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്തിട്ട് അത് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ പോളൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. ഈ ജെർമിനേറ്റ് ചെയ്യുന്ന പോളൻ ട്യൂബ് താഴോട്ട് ഇങ്ങനെ വളർന്ന് അവസാനം നമ്മുടെ ഓവ്യൂളിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോസാക്കിൻ്റെ അടുത്തോട്ട് പോകും. എംബ്രിയോസാക്കിൽ അത് കയറുന്നത് എപ്പോഴും മൈക്രോപൈലാർ റീജിയനിൽ നിന്നായിരിക്കും. മൈക്രോപൈലാർ എൻഡിൽ നിന്നായിരിക്കും കയറുന്നത്. മൈക്രോപൈലാർ എൻഡ്. ഓക്കെ, ഇനിയും ഈ വരുന്ന പോളൻ ഗ്രെയിനിൽ നിന്ന് ഡെവലപ്പ് ആകുന്ന ആ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആ ഡെവലപ്പ് ആകുന്ന ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻ്റെ ന്യൂക്ലിയസ് ബേസിക്കലി നമുക്ക് 2 ഗമീറ്റ്സിൻ്റെ ഫോമിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. 2 ഗമീറ്റ്സ്. ആ 2 ഗമീറ്റ്സിൽ ഒരു ഗമീറ്റ് വന്ന് എഗ്ഗായിട്ട് ഫ്യൂസ് ചെയ്യും. മറ്റേ ഗമീറ്റ് പോയി നമ്മൾ സെൻറ്ററിൽ കണ്ട ആ 2 ന്യൂക്ലിയസ് ആയിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു പുതിയ സ്ട്രക്ചർ ഉണ്ടാക്കും. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ PEN എന്ന പേരിൽ അറിയുന്നത്. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. ഓക്കെ, പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. സോ ബേസിക്കലി അത് ഗ്രോയിങ് സീഡിന് ന്യൂട്രീഷൻ തരുന്ന ഒരു സ്ട്രക്ചറാണ്. ഓൺ ദി അതർ ഹാൻഡ് എഗ്ഗായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്ന ആ സ്ട്രക്ചർ അൾട്ടിമേറ്റ്ലി വുഡ് ഫോം സൈഗോട്ട്. ഈ സൈഗോട്ടാണ് അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ അടുത്ത ലൈഫ് ഫോമിന് വഴിയൊരുക്കുന്നത്. സോ നമ്മൾ തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകുമായിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നത് എംബ്രിയോ സാക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദി. അപ്പോൾ എവിടെയായിരുന്നു എംബ്രിയോ സാക്ക് കണ്ടത്? അതിൻ്റെ ആൻസർ ഷുഡ് ബി ഓവ്യൂൾ. ഓക്കെ, സ്റ്റിഗ്മ ലാൻഡിംഗ് പാഡ് അല്ലെങ്കിൽ ലാൻഡിംഗ് സർഫേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മൈക്രോപൈൽ ഇസ് ദി ഓപ്പണിംഗ് ത്രൂ വിച്ച് ദി പോളൻ ട്യൂബ് വുഡ് എൻറ്റർ ഇൻ ആൻഡ് ദി മെയിൽ ഗമീറ്റ്സ് വുഡ് ബി റിലീസ്ഡ്. Style is just the long pipe-like structure that you see. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ or കറക്റ്റ് ആൻസർ should be B, ovule. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഫോട്ടോസിന്തസിസ്, ന്യൂട്രീഷൻ എന്ന പോർഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോട്ടോസിന്തസിസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഫൗണ്ട് ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ് ഒക്കർ ഇൻ. ക്ലോറോപ്ലാസ്റ്റിലുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ഏതായിരുന്നു? ക്ലോറോഫിൽ എന്നാണ് നമുക്കറിയാം. ആ ക്ലോറോഫിൽ ആക്ച്വലി എവിടെയാണ് സ്ഥിരീകരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ വേർ ഇസ് ക്ലോറോഫിൽ എക്സിസ്റ്റിംഗ്?
അതാണ് ക്വസ്റ്റ്യൻ. എന്തായാലും എന്ത് തോന്നുന്നു? ഓക്കെ, ബി 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 ആണോ? ആഹാ, ഓക്കെ. അപ്പം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, അതിന് എവിടെയാ കാണുന്നത് അതറിയുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഡബിൾ മെംബ്രെയിൻഡ് സ്ട്രക്ചർ. 2 മെംബ്രെയിൻ ഉണ്ട്. പുറത്ത് കാണുന്ന മെംബ്രെയിനിനെയാണ് നമ്മൾ ഔട്ടർ മെംബ്രെയിൻ എന്നും ഉള്ളിൽ കാണുന്ന മെംബ്രെയിനിനെയാണ് ഇന്നർ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, 2 മെംബ്രെയിൻ ഉണ്ട്. പക്ഷെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ബാക്കി മിച്ചമുള്ള എല്ലാ ഓർഗനൈസും നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് 2 മെംബ്രെയിൻ ഒന്നും കാണാൻ പറ്റത്തില്ല. അവിടെയൊക്കെ സിംഗിൾ മെംബ്രെയിൻ ആണ് കാണുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റുമാണ് എക്സെപ്ഷൻ ആയിട്ട് കാണുന്നത്. ഇവിടെ 2 മെംബ്രെയിൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. ഓക്കെ, ആൻസേഴ്സ് തൈലാക്കോയിഡ് മെംബ്രെയിൻ, ADD, ഫൈൻ. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ 2 മെംബ്രെയിൻ എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ കഥ ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ പറയാം. എന്തായാലും ഇവിടെ 2 മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിൽ നോക്കുവാണെങ്കിൽ 5 റുപ്പി കോയിൻ ആണ് നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം അതിന് കുറച്ചും കൂടി കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഈ 5 റുപ്പി കോയിൻ പോലത്തെ സ്ട്രക്ചേഴ്സ് ഒന്നിൻ്റെ മേളിൽ ഒന്നായി ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓരോ 5 റുപ്പി കോയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തൈലാക്കോയിഡ്. തൈലാക്കോയിഡ് എന്ന പേരിലാണ് അറിയുന്നത്. ഒരു ഫുൾ സ്റ്റാക്ക്, ഈ കാണുന്ന ഫുൾ ഒരു സ്റ്റാക്കിനെയാണ് നമ്മൾ ഗ്രാനം എന്ന് വിളിക്കുന്നു. നമുക്ക് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ കുറേ ഗ്രാനംസ് കാണാൻ പറ്റും. ഗ്രാനംസ് എന്ന് പറയത്തില്ല, ഗ്രാന, പ്ലൂറൽ ഗ്രാനയാണ്. അങ്ങനെ കുറേ ഗ്രാന കാണാൻ പറ്റും. ഓക്കെ, ഗ്രാന കാണാൻ പറ്റും. പിന്നെ ഈ ഇന്നർ വോളിൻ്റെ ഉള്ളിലുള്ള സ്പേസിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന പേരിൽ അറിയുന്നത്. സ്ട്രോമ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടിപ്പിക്കൽ സ്ട്രക്ചർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി പ്രോസസ്സിനെ പറ്റി പറയുവാണെങ്കിൽ 2 റിയാക്ഷൻസ് ആണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഫസ്റ്റ് റിയാക്ഷനെയാണ് നമ്മൾ ലൈറ്റ് റിയാക്ഷൻസ് എന്ന പേരിൽ അറിയുന്നത്. ലൈറ്റ് റിയാക്ഷൻസ് എന്ന പ്രോസസ്സിലാണ് ക്ലോറോഫിലിൻ്റെ റോൾ മെയിനായിട്ടും വരുന്നത്. ക്ലോറോഫിൽ എവിടെയാണ് കാണുന്നത്? അത് തൈലാക്കോയിഡിൻ്റെ മെംബ്രെയിൻസിലാണ് ഉള്ളത്. ഈ മെംബ്രെയിൻസിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നു. അൾട്ടിമേറ്റ്ലി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. ആ പ്രൊഡക്റ്റിൻ്റെ പേരാണ് NADPH. ഈ NADPH ആണ് മുന്നോട്ട് പോയി അടുത്ത പ്രോസസ്സിൽ പോകുന്നത്. അപ്പം ഈ ആദ്യത്തെ സ്റ്റെപ്പ് ലൈറ്റ് റിയാക്ഷൻസിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ നമ്മൾ പറയും ഓക്സിജൻ ഉണ്ടാകുന്നു. അത് ഈ ലൈറ്റ് റിയാക്ഷൻസ് വഴിയാണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ഇവിടെ വേറൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിക്കും. എപ്പോഴും ഓർത്ത് വെക്കുക, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷൻ്റെ അർത്ഥം ഒരെണ്ണം ഡേ ടൈമിലും മറ്റേ നൈറ്റ് ടൈമിൽ നടക്കുന്നു എന്നല്ല. അതൊരു മിസ്നോമറാണ്. ബേസിക്കലി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് റിയാക്ഷൻസ് ഡയറക്ട്ലി സൺലൈറ്റ് യൂസ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സ്. ഡാർക്ക് റിയാക്ഷൻസ് ഡയറക്റ്റ് സൺലൈറ്റ് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടായ പ്രൊഡക്ട്സിനെ യൂസ് ചെയ്തിട്ടായിരിക്കും അത് സംഭവിക്കുന്നത്. സോ ഇവിടെ ഉണ്ടായ പ്രൊഡക്റ്റ് ആണ് NADPH. ഈ NADPH യൂസ് ചെയ്തിട്ടായിരിക്കും ഡാർക്ക് റിയാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ടു കോൾ ദം ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ്. ഇനി ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ പഠിക്കുന്ന ഗ്ലൂക്കോസ് ഫോർമേഷൻ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് നടക്കുക ഡാർക്ക് റിയാക്ഷനിൽ. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ ആക്ച്വലി എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മൾ കണ്ട ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ള ആ സ്പേസ്, ആ കോമൺ സ്പേസിലാണ് ഈ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. സ്ട്രോമയിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ 2 റിയാക്ഷൻസ് ഉണ്ട്. 2 റിയാക്ഷൻസും ഓർത്ത് വെക്കുക. എന്തായാലും ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഈ ക്ലോറോപ്ലാസ്റ്റിന് 2 മെംബ്രെയിൻ ഉള്ളത്. അതൊരു കഥയുണ്ട്. ആ കഥയുടെ പേരാണ്, ഇങ്ങനെ പറയുവാണെങ്കിൽ ലിൻ മാർഗിലിസ് എന്ന വ്യക്തി തന്ന ഒരു ഇതാണ്. ബേസിക്കലി അതിൻ്റെ കുറച്ച് പ്രൂഫ്സ് ഒക്കെ സ്ട്രക്ചറലി കണ്ടപ്പം നമ്മൾ പറയുന്നു ഓക്കെ ചിലപ്പോൾ അത് സത്യമാകും. എന്തായാലും ആ കഥയുടെ പേരാണ് എൻഡോസിംബയോട്ടിക് തിയറി. അപ്പോൾ സിംബയോസിസിൽ നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ പറയും 2 ഇൻഡിവിജ്വൽസ് ഉണ്ട്, 2 ഓർഗാനിസംസ് ഉണ്ട്, അവരൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പിലാണ് വരുന്നത്. 2 പേർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കാണുന്നത്. അപ്പോൾ കഥ പോകുന്നത് എൻഡോസിംബയോട്ടിക് തിയറിയുടെ കഥ പോകുന്നത് പണ്ട് എർത്ത് ഇവോൾവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു വലിയ ബാക്ടീരിയ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് കുഞ്ഞു ബാക്ടീരിയാസ് ഉണ്ടായിരുന്നു. ഈ കുഞ്ഞു ബാക്ടീരിയാസിന് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ വലിയ ബാക്ടീരിയ വന്ന് ഈ കുഞ്ഞു ബാക്ടീരിയനെ വന്ന് കഴിച്ചു കഴിഞ്ഞ് ഈ കുഞ്ഞു ബാക്ടീരിയ അതിൻ്റെ അകത്തോട്ട് പോയി.
അത് കഴിഞ്ഞ് ഇത് ഡൈജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ ഈ കുഞ്ഞു ബാക്ടീരിയ കഥയായിട്ടാണ് പറയുന്നത്, പക്ഷേ ഇതിൻ്റെ സ്റ്റോറി ഒന്ന് മനസ്സിലാക്കുക. കുഞ്ഞു ബാക്ടീരിയ പറഞ്ഞു ഞാൻ കുറച്ച് ഫുഡ് തരാം, എനിക്ക് ജീവനോടെ ഇവിടെ നിൽക്കാൻ തരണമെന്ന്. അപ്പോൾ വലിയ ബാക്ടീരിയ ചിന്തിക്കും ഓക്കെ ഫൈൻ, നീ ജീവിച്ചോ, എനിക്ക് ഫുഡ് തന്നാൽ മതി, ഫുഡ് കിട്ടുവാണെങ്കിൽ പിന്നെ അധ്വാനിക്കേണ്ടല്ലോ. അങ്ങനെ തുടങ്ങിയ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് പ്ലാന്റ് സെൽസിൽ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ ചെറിയ ഓർഗാനിസം നോക്കുവാണെങ്കിൽ അവിടെ അവർ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ്. സോ ഇമാജിൻ ചെയ്യുക, ഇതാണ് ഒരു വലിയ സെൽ, ഇതാണ് ഒരു വേറെ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് പോലത്തെ ഉണ്ടായിരുന്ന ബാക്ടീരിയ. അപ്പം ഇതാണ് നമ്മുടെ ബാക്ടീരിയ. ഈ സെല്ല് വന്ന് ഈ ബാക്ടീരിയനെ കഴിക്കാൻ വന്നു. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? സൂഡോപോഡിയ വഴിയല്ലായിരിക്കും, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫുള്ളി കവർ ചെയ്ത് അകത്തോട്ട് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ കാണാൻ പറ്റുന്നത്. ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അവിടെ ലൈൻസ് വരത്തില്ല. കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് അകത്തോട്ട് വന്നു, സെല്ലിൻ്റെ അകത്തോട്ട് വന്നു. അപ്പം ഇത് നമ്മുടെ മെയിൻ സെല്ലിൻ്റെ ഒരു സെൽ വോളിൻ്റെ പോർഷനാണ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ പുറത്തുണ്ടായിരുന്ന ചെറിയ ബാക്ടീരിയ സെൽ. അങ്ങനെ ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, രണ്ട് മെംബ്രെയിനായി ഇതുപോലത്തെ സെയിം കണ്ടീഷനാണ് നമുക്ക് മൈറ്റോകോൺഡ്രിയയിലും കാണാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും സെൻഡോസിംബയോട്ടിക് തിയറിയാണ് മെയിനായിട്ട് നമ്മുടെ മൈറ്റോകോൺഡ്രിയയുടെയും ക്ലോറോപ്ലാസ്റ്റിൻ്റെയും ഒറിജിൻ മനസ്സിലാക്കാൻ വേണ്ടി അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പം തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നത് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഫൗണ്ട് ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ് ഒക്കർ ഇൻ. എവിടെയാണ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആയ ക്ലോറോഫിൽ കാണുന്നത്? അപ്പോൾ എവിടെയായിരുന്നു ആൻസർ? ദി ആൻസർ ഷുഡ് ബി തൈലാക്കോയിഡ് മെംബ്രെയിൻ. ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ സൂര്യയ്ക്കും മഞ്ജുവിനും സ്പെഷ്യൽ ഹാറ്റ്സ് ഓഫ്, കോൺഗ്രാറ്റുലേഷൻസ്. ഒരു ഹാർട്ട് ഇട്ട് തന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. വണ്ടർഫുൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ നിങ്ങളുടെ സ്ക്രീനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നമ്മളിപ്പോൾ സംസാരിച്ച സെയിം കാര്യങ്ങളാണ്. സ്ട്രോമ ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ഹയർ പ്ലാന്റ്സ് കണ്ടെയ്ൻ. സ്ട്രോമയിൽ ആദ്യം ശ്രദ്ധിക്കുക ഏത് റിയാക്ഷനാണ് നടക്കുന്നത്, ആ റിയാക്ഷൻ്റെ സാധനങ്ങളല്ലേ കാണത്തുള്ളൂ. അപ്പോൾ എ ആണ് ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ എൻസൈംസ്, ലൈസോസോംസ്, ക്ലോറോഫിൽ, ലൈറ്റ് ഡിപെൻഡൻറ്റ് റിയാക്ഷൻ എൻസൈംസ്. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? നമുക്ക് നോക്കാം. ഓക്കെ, ഹാർട്ട്. എന്താ എൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഹാർട്ട് ഇരിക്കട്ടെ. സോ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? എ. ഓക്കെ, വെരി ഗുഡ്. ക്രാഫ്റ്റി എ പറയുന്നു, നമ്മുടെ സ്റ്റാർ ലൈറ്റും എ പറയുന്നു, സൂര്യ എ പറയുന്നു. എന്തായാലും നമുക്ക് നോക്കാം. സ്ട്രോമയിൽ നടക്കുന്ന പ്രോസസ്സിൻ്റെ പേരായിരുന്നു നമ്മൾ പറഞ്ഞ ഡാർക്ക് റിയാക്ഷൻ. ഓക്കെ, ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ വി ഓൾറെഡി സെഡ് ഇരുട്ടിലല്ല നടക്കുന്നത്. ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്ന ലൈറ്റ് ഡയറക്റ്റ്ലി ഇതിന് ആവശ്യമില്ല. സോ ഇത് ഡയറക്റ്റ്ലി ആവശ്യമില്ലെങ്കിലും ലൈറ്റ് റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന മറ്റീരിയൽസ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്ത് ഡാർക്ക് റിയാക്ഷൻസ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. സോ എന്താ കണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മൾ പ്ലാന്റിനെ കുറച്ച് നേരം ലൈറ്റ് സോഴ്സിൽ വച്ച് കഴിയുമ്പോൾ ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ഡാർക്ക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ സെയിം പ്ലാന്റിനെ ഇരുട്ടുള്ള മുറിയിലോട്ട് ഇട്ടാൽ ലൈറ്റ് റിയാക്ഷൻസ് സ്റ്റോപ്പ് ആകും, ഇച്ചിരി കഴിയുമ്പോൾ ഡാർക്ക് റിയാക്ഷൻസ് നിൽക്കും, അതും പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഇരുട്ടായിട്ട് കൺസിഡർ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യല്ലേ. മോർ ഇമ്പോർട്ടൻ്റ്ലി വി ആർ ട്രൈങ് ടു കോൾ ഇറ്റ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻസ്. സോ സ്ട്രോമയിൽ നടക്കുന്നത് ഡാർക്ക് റിയാക്ഷനെയാണ് നമ്മൾ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ഏത് ടൈപ്പിലെ എൻസൈംസ് ആയിരിക്കും കാണുക? ഓബ്വിയസ്ലി ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻസിന് ആവശ്യമുള്ള എൻസൈംസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എൽന എന്ന് പറയുന്നു, ആൻ്റണി ഗ്രേറ്റ്. എല്ലാവർക്കും അപ്പം കാര്യം മനസ്സിലായി, വണ്ടർഫുൾ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. കൺസർവേഷൻ എന്ന ടോപ്പിക്കായിട്ടാണ് ഇതിൻ്റെ റിലേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കാണ് നിങ്ങളുടെ സ്ക്രീനിൽ ഇരിക്കുന്നത്. ഡാഷ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രിവലൻറ്റ് ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഹോട്ട്സ്പോട്ട് ഏതാണ്? ഏറ്റവും പോപ്പുലർ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ ഇന്ത്യ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹിമാലയാസ്, ബി വെസ്റ്റേൺ ഘാട്സ്, സി ഗാഞ്ചസ്, ഗംഗയുടെ ഇംഗ്ലീഷ് നെയിം വി ക്യാൻ സേ മറ്റേ മണിച്ചിത്രത്താഴിലെ ഗംഗയല്ല കേട്ടോ. അതിന് ഡി നൺ ഓഫ് ദി അബവ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ബി വെസ്റ്റേൺ ഘാട്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ബി എല്ലാവരും ബി എന്ന് പറയുന്നു. വണ്ടർഫുൾ, ഫൈൻ. എന്തായാലും ഇതെന്താണെന്ന് ആദ്യം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം.
സോ ബേസിക്കലി കറൻ്റ്ലി വേൾഡിൽ 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ട്. ഓക്കെ, 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. ലേറ്റസ്റ്റ് ആയിരുന്നു നമ്മുടെ നോർത്ത് അമേരിക്കൻ കോസ്റ്റൽ പ്ലെയിൻസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ടോട്ടൽ 36 ഉണ്ട്. എന്തായാലും ഇന്ത്യയിൽ നമുക്ക് 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്? ഫസ്റ്റ് ഇസ് ദി Himalayan biodiversity hotspot. Then we have, this is the Western Ghats. ഗുജറാത്തിൽ നിന്നും തുടങ്ങി നമ്മുടെ കേരളത്തിൽ തീരുന്ന ആ പോയിന്റ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, അതിനെയാണ് നമ്മൾ വെസ്റ്റേൺ ഘാട്സ് എന്ന പേരിൽ അറിയുന്നത്. ദെൻ വി ഹാവ് ഇൻഡോ ബർമ റീജിയൻ. ബർമ മ്യാൻമാറിൻ്റെ പഴയ പേരായിരുന്നു. അപ്പം ഇന്ത്യയുടെ ഒരു അഡ്ജോയിനിങ് കൺട്രിയാണ് മ്യാൻമാർ. അപ്പം ഇന്ത്യയിൽ നിന്ന് മ്യാൻമാറിലോട്ട്, നോർത്ത് ഈസ്റ്റിൽ നിന്ന് മ്യാൻമാറിലോട്ട് കണക്ട് ചെയ്യുന്ന ആ സോൺ, അതും ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. ദെൻ വി ഹാവ് സംതിങ് കോൾഡ് ആസ് സുണ്ടാലാൻഡ്. അത് ബേസിക്കലി ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ചേർന്നാണ് ഉണ്ടാകുന്നത്. നമ്മുടെ സൈഡിൽ നിന്നും അന്തമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് അവിടെ ആഡ് ആകുന്നത്. അപ്പോൾ ഈ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സത്യത്തിൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്താ? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് വെച്ച് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ദീസ് ആർ ദി പ്ലേസസ് ഓൺ എർത്ത് വെയർ യു ഹാവ് മാക്സിമം ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ്. ബയോഡൈവേഴ്സിറ്റി, ബയോ സ്റ്റാൻഡ്സ് ഫോർ ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ലൈഫ്, ഡൈവേഴ്സിറ്റി മീൻസ് വെറൈറ്റി. അപ്പോൾ എർത്തിലുള്ള പല സോൺസ് വെയർ യു സീ വെറൈറ്റി ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് വാട്ട് we call as biodiversity. Okay, and hotspots why? Because ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എൻഡമിക് ഓർഗാനിസത്തെ കാണാൻ പറ്റുന്നത്. എൻഡമിക് എന്ന് പറയുമ്പോൾ we are meaning to say that these plants and animals are only found in these zones. Okay, ഇവിടെ ഈ പർട്ടിക്കുലർ ലൊക്കേഷൻസിലാണ് കാണുന്ന കുറേ സ്പീഷീസ് അല്ലെങ്കിൽ കുറേ വെറൈറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് പർട്ടിക്കുലർ സോൺ, ഈ സോൺസിൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ ഹോട്ട്സ്പോട്ട്സ് ആണ് നമ്മൾ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ആർ സപ്പോസ് ടു കീപ്പ് ഇൻ മൈൻഡ്. അപ്പോൾ തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിൽ പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ഏതാണ് ഏറ്റവും പ്രിവലൻറ്റ് ഹോട്ട്സ്പോട്ട്സ്, ഇന്ത്യയിലെ ഏറ്റവും പ്രിവലൻറ്റ് ഹോട്ട്സ്പോട്ട്സ്. ഇതിൻ്റെ ആൻസർ ആണ് വെസ്റ്റേൺ ഘാട്സ്. വെസ്റ്റേൺ ഘാട്സ് നമ്മുടെ ഗുജറാത്തിൽ നിന്ന് നമ്മുടെ Kerala is also part of the Western Ghats only. We can see it up to Kerala or Tamil Nadu. അതായിട്ട് നമുക്ക് എടുക്കാം. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്നും കൂടി നോക്കാം. The dash is not generally seen in biodiversity hotspots. Okay, the dash is not generally seen in biodiversity hotspot. Biodiversity hotspotsൽ എന്താണ് നമുക്ക് കാണാൻ പറ്റാത്ത എന്നാണ് ക്വസ്റ്റ്യൻ. So A is endemism, B species richness, C loss of diversity and D lesser interspecific competition. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായിരിക്കും ആൻസേഴ്സ് ഒന്ന് ചിന്തിച്ച് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഇട്ടിട്ടുണ്ട്. ഗ്രേറ്റ്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ഒന്ന് ചിന്തിച്ച് നോക്കി എന്തായിരിക്കും ആൻസർ. ഓക്കെ, എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ ഈ വേർഡ്സിൻ്റെ മീനിങ് ആണ് നമ്മൾ മെയിനായിട്ടും അസോസിയേറ്റ് ചെയ്യുന്നത്. ആദ്യം എൻഡമിസം ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ ആ പർട്ടിക്കുലർ സോണിൽ മാത്രം അക്കർ ചെയ്യുന്ന പ്ലാന്റ്സ്, അതിനാണ് എൻഡമിക് അല്ലെങ്കിൽ അവിടെ മാത്രം കാണുന്നു ആ ഫീച്ചറിനെയാണ് എൻഡമിസം എന്ന് പറയുന്നത്. സ്പീഷീസ് റിച്ച്നെസ് എന്ന വേർഡ് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഈ പ്ലാന്റ്സിൻ്റെ എണ്ണം, ഓക്കെ, ദേ വുഡ് ബി നമ്പർ, variety would be very high. Okay, species richness, there would be far more species. അപ്പോൾ ഇവിടെ 2 കമ്മ്യൂണിറ്റി ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുവാണെങ്കിൽ ഇവിടെ 2 കമ്മ്യൂണിറ്റീസിലും നമുക്ക് സെയിം ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉള്ള സ്പീഷീസ് റിച്ച്നെസ് സെയിം ആണ്, കാരണം സെയിം ടൈപ്പിലെ പ്ലാന്റ്സ് ആണ്. പക്ഷേ വേറൊരു ടേം ഉണ്ട്, സ്പീഷീസ് ഈവൻനെസ്. ഈവൻനെസ് നമ്മൾ പറയുന്നത് ഈ പ്ലാന്റ്സിൻ്റെ നമ്പർ എത്രയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ ഉള്ളതെല്ലാം ഓൾമോസ്റ്റ് ഈവൻ
ഈവൻ ആണ്, സെയിം ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് നമ്മുടെ ഈ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുള്ള ലീഫുള്ള പ്ലാന്റിനാണ്. അപ്പോൾ അവിടെ ഈവൻനെസ് വളരെ കുറവും ഇവിടെ കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ ബേസിക്കലി ഇതിനെ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എൻഡമിക് ഓർഗാനിസംസ് ഇരിക്കുന്നത്. കൂടാതെ ഈ എൻഡമിക് ഓർഗാനിസത്തിൻ്റെ ലോസ് ഏറ്റവും കൂടുതൽ 95% ഓഫ് ദി എൻഡമിക് ഓർഗാനിസംസ് ഹാവ് ബീൻ എൻഡേഞ്ചേർഡ് ഓർ ദേ ആർ ഫേസിങ് ദി ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അപ്പോൾ ആ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ കാണാൻ പറ്റുന്നത്? അതിൻ്റെ ആൻസർ വുഡ് ബി ബി. സ്പീഷീസ് റിച്ച്നെസ് അത്രയും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ബി ആണ് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ex-situ കൺസർവേഷൻ. ex-situ കൺസർവേഷൻ്റെ എക്സാമ്പിൾ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സേക്രഡ് ഗ്രൂപ്പ്സ്, ബി വൈൽഡ് ലൈഫ് സാങ്ച്വറി, സി സീഡ് ബാങ്ക് ആൻഡ് ഡി നാഷണൽ പാർക്ക്. അപ്പോൾ ഏതാണ് ex-situ കൺസർവേഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ എന്തായിരിക്കും? നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് എന്തായാലും ടൈപ്പ് ചെയ്ത് വെക്കുക. ലെറ്റ്സ് സീ. സി 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 ഓക്കെ, സി ആണ് എല്ലാവരും പറയുന്നത്. വണ്ടർഫുൾ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇനി കൺസർവേഷൻ, ബയോഡൈവേഴ്സിറ്റി ഇസ് ദി വെറൈറ്റി ഓഫ് ലൈഫ് ദാറ്റ് എക്സിസ്റ്റ് ഓൺ എർത്ത്. ഓക്കെ, ഇത് കൺസേർവ് ചെയ്യാൻ, ഇത് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ രണ്ട് വേയ്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് സംതിങ് കോൾഡ് ആസ് ഇൻ സിറ്റു കൺസർവേഷൻ. ഇൻ സിറ്റു അല്ലെങ്കിൽ ഇൻ ദ സൈറ്റ്, എവിടെയാണോ ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടെ തന്നെ അവരെ കൺസർവ് ചെയ്യുക. അതിനെയാണ് ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണുള്ളത്. ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നാഷണൽ പാർക്സ് ഉണ്ട്, സാങ്ച്വറീസ് ഉണ്ട്, ബയോസ്ഫിയർ റിസർവ്സും വരും. ഇത്രയും മെയിൻ ആണ് നമ്മൾ ഇൻ സിറ്റു കൺസർവേഷന് കാണുന്നത്. നമ്മൾ ഈ പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആനിമൽസ് എവിടെയാണോ നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഏരിയ അവിടെ തന്നെയാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ex-situ കൺസർവേഷൻ ഉദ്ദേശിക്കുന്നത് ഈ ഡേഞ്ചർ ആകുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയെ നമ്മൾ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വേറെ ഒരു സ്ഥലത്ത്, ഒരു സേഫ്, ഒരു പുതിയ ലൊക്കേഷൻ, അവരുടെ നോർമൽ പ്ലേസിൽ നിന്ന് വേറെ ഒരു സ്ഥലത്ത് കൺസർവ് ചെയ്യാൻ നോക്കുന്നു. അതിനെയാണ് ex-situ കൺസർവേഷൻ എന്ന പേരിൽ അറിയുന്നത്. നമുക്ക് ex-situ കൺസർവേഷനിൽ സീഡ് ബാങ്ക് ഉണ്ട്, ഫീൽഡ് ജീൻ ബാങ്ക് ഉണ്ട്, ക്രയോ പ്രിസർവേഷൻ, നല്ല കോൾഡ് ലിക്വിഡ് നൈട്രോജൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സീഡ്സിനൊക്കെ ഫ്രോസ് ചെയ്ത് വെച്ച്, സീഡ്സ് മാത്രമല്ല ഓരോ സെൽസിനൊക്കെ ഫ്രോസ് ചെയ്ത് വെക്കാറുണ്ട്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി ഫ്യൂച്ചർ. അപ്പാർട്ട് ഫ്രം ദിസ് ബൊട്ടാനിക്കൽ ഗാർഡൻ, zoological പാർക്ക്, അക്വേറിയം, ആർബോറിയം, ഇതെല്ലാം നമ്മുടെ ex-situ കൺസർവേഷനിലാണ് വരുന്നത്. കാരണം സൂവില് ആനിമൽസ് നോർമലി അല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അവരെ വൈൽഡിൽ നിന്ന് പൊക്കിക്കൊണ്ടാണ് സൂവിലോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവിടെ പോയി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ex-situ കൺസർവേഷൻ്റെ പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ സേക്രഡ് ഗ്രൂവ്സ്, ഈ കാവുകളെയാണ് നമ്മൾ സേക്രഡ് ഗ്രൂവ്സ് എന്ന് പറയുന്നത്. അതും അവരുടെ നോർമൽ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും അവരുടെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. ഇനി ഓർത്തു വെക്കേണ്ട പോയിന്റ്, ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, ബയോസ്ഫിയർ റിസർവ്സും ഉണ്ട്, നാഷണൽ പാർക്സും ഉണ്ട്. ഇവിടെ നമ്പേഴ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അക്കൗണ്ട് നിയർലി ഫോർ 553, ബയോസ്ഫിയർ റിസർവ്സ് 18 ആണുള്ളത്, നാഷണൽ പാർക്സ് ഓൾമോസ്റ്റ് മോർ ദാൻ 100 ആ റേഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇവിടെ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കണം ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ടോപ്പിക്കിൽ. സോ തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ഡാഷ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ex-situ കൺസർവേഷൻ. അപ്പോൾ ഏതായിരുന്നു ex-situ കൺസർവേഷൻ? വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, സേക്രഡ് ഗ്രൂവ്സ്. ഓക്കെ, അത് രണ്ട് ഓപ്ഷൻസ് നമുക്ക് ex-situ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സേക്രഡ് ഗ്രൂവ്സ്, ആക്ച്വലി സേക്രഡ് ഗ്രൂവ്സ് വരത്തില്ല. സേക്രഡ് ഗ്രൂവ്സ് നമ്മൾ അവരുടെ നോർമൽ സൈറ്റ്സിൽ തന്നെയല്ലേ അവരെ ഇത് ചെയ്യുന്നത്. അപ്പോൾ സേക്രഡ് ഗ്രൂവ്സ് വരത്തില്ല. ദി ആൻസർ ഷുഡ് ബി സീഡ് ബാങ്ക്. ഓക്കെ, നോർമൽ സൈറ്റിൽ തന്നെയാണ് സേക്രഡ് ഗ്രൂവ്സ് ഉള്ളത്, കാവുകളുള്ളത്, അവിടെ തന്നെയാണ് നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സീഡ് ബാങ്ക് ആണ് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ. സോ സി ഇസ് ദി ആൻസർ. സി മാത്സ് വേഴ്സസ് ഹോം, സി ആണ് ആൻസർ. അതൊന്ന് നോട്ട് ചെയ്യുക. So next we have another question, and the question is which statement is correct with respect to the food chain? Food chain ആയിട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് പോകുന്നത്? ഓപ്ഷൻ എ, എവറി കമ്പോണന്റ് ഓഫ് ദി ഫുഡ് ചെയിൻ ഫോംസ് എ ട്രോഫിക് ലെവൽ. ബി, ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഫുഡ് ചെയിൻസ് ഇസ് നോൺ ആസ് എ ഫുഡ് വെബ്. All the chains formed by nutritional relations is used to understand energy flow. D,
all of the above. ഏതാണ് correct with respect to food chain? Let's go. Yes, let's go. എങ്ങോട്ട് പോവും? ഓക്കെ, ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? അതിനു മുന്നേ ഫുഡ് ചെയിനെ പറ്റി ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ. ഫുഡ് ചെയിൻ നമ്മൾ കോമൺലി ഈക്കോസിസ്റ്റം ശ്രദ്ധിക്കുവാണെങ്കിൽ അവിടെ സണ്ണിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി, സോഴ്സ് ഓഫ് എനർജി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആകെ ഒരു എക്സെപ്ഷൻ വരുന്നത് ഡീപ് സീ ഹൈഡ്രോ തെർമൽ വെൻസിൻ്റെ കേസിലാണ്. അവിടെ ഡീപ് സീ ഹൈഡ്രോ തെർമൽ വെൻസിൻ്റെ കേസിൽ അവിടെ കെമിക്കൽ ഫിഷൻ, കെമിക്കൽ എനർജിയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്തായാലും സൺ ഇസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി, പ്രൊഡ്യൂസേഴ്സ് ഡ്യൂറിങ് എ പ്രോസസ് കോൾഡ് ആസ് ഫോട്ടോസിന്തസിസ്. അവർ സണ്ണിൻ്റെ സോലാർ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നു കെമിക്കൽ എനർജിയിലോട്ട്, ഫുഡാക്കി മാറ്റുന്നു. ദിസ് കെമിക്കൽ എനർജി അതിൻ്റെ ഒരു പാർട്ട് പ്ലാന്റ്സ് അവരുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു, മിച്ചം വരുന്ന പ്ലാന്റ് അവർ അവരുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഒരു ഹെർബിവോർ സച്ച് ആസ് യുവർ ഗ്രാസ് ഹോപ്പർ ഇത് വന്ന പ്ലാന്റിന് കഴിക്കുമ്പോൾ ആ സ്റ്റോർഡ് എനർജി ആയിരിക്കും ഇതിന് കിട്ടാൻ പോകുന്നത്. എത്ര % ആയിരിക്കും? 10% മാത്രമേ കിട്ടൂ. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴി ഉണ്ടാക്കിയ ഫുൾ ഫുഡിൻ്റെ ഒരു 10% എനർജി മാത്രമേ നമ്മുടെ ഹെർബിവോറിന് കിട്ടൂ. ആ നെക്സ്റ്റ് വരുന്ന ഓർഗാനിസത്തെയാണ് നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്ന് വിളിക്കുന്നത്. പ്രൈമറി കൺസ്യൂമറിനെ കഴിക്കുന്ന അടുത്ത ഓർഗാനിസത്തെയാണ് നമ്മൾ സെക്കൻഡറി കൺസ്യൂമർ എന്ന പേരിൽ അറിയുന്നത്. സെക്കൻഡറി കൺസ്യൂമർ കഴിഞ്ഞിട്ട് വരുന്ന ഗ്രൂപ്പാണ് ടേർഷ്യറി കൺസ്യൂമർ. അത് കഴിഞ്ഞ് ലാസ്റ്റ് മാക്സിമം പോസിബിലിറ്റി ഇസ് ക്വാട്ടർണറി കൺസ്യൂമർ. ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഓരോ സ്റ്റെപ്പും കയറി പോകുമ്പോൾ അവർക്ക് ഓരോ ഓർഗാനിസത്തിന് കിട്ടുന്നതിൻ്റെ 10% എനർജി മാത്രമേ അടുത്ത ഗ്രൂപ്പിന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനർജി മേളിൽ പോയിക്കൊണ്ടിരിക്കും തോറും കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനിയും ഇവിടെ എനർജി ട്രാൻസ്ഡക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ ഓപ്ഷൻസിലോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ഓപ്ഷൻസ് നമ്മളോട് മെയിനായിട്ടും ആദ്യത്തെ പോയിന്റ് പറയുന്നത് എവറി കമ്പോണൻറ്റ് ഓഫ് ദി ഫുഡ് ചെയിൻ ഫോംസ് എ ട്രോഫിക് ലെവൽ. അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ ആൾക്കാരും ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ട്രോഫിക് ലെവലാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മുടെ പ്ലാന്റ്സ് ഫസ്റ്റ് ട്രോഫിക് ലെവൽ, പ്രൈമറി കൺസ്യൂമർ സെക്കൻഡ് ട്രോഫിക് ലെവൽ, നമ്മുടെ സെക്കൻഡറി കൺസ്യൂമർ തേർഡ് ട്രോഫിക് ലെവൽ, അങ്ങനെ ഓരോ ഇതിനെയും നമ്മൾ ഓരോ ട്രോഫിക് ലെവൽ എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാ. രണ്ടാമത്തതാണ് ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫുഡ് ചെയിൻസ് ഇസ് നോൺ ആസ് എ ഫുഡ് വെബ്. നേച്ചറിൽ ഫുഡ് ചെയിൻ എന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. കാരണം എല്ലാവർക്കും ചോയ്സ് ഉണ്ട്. ചോയ്സ് ഇൻ ദ സെൻസ് ഇപ്പം നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പച്ചക്കറി കഴിക്കാം. അപ്പോൾ ഞാൻ പച്ചക്കറി കഴിക്കുവാണെങ്കിൽ ഞാൻ പ്രൈമറി കൺസ്യൂമർ ആകും. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ഐ ഈറ്റ് മീറ്റ്, ലെറ്റ്സ് സേ ചിക്കൻ, അപ്പോൾ ഞാൻ അവിടെ സെക്കൻഡറി കൺസ്യൂമറായി മാറുക. അപ്പം എനിക്ക് ചോയ്സ് ഉണ്ട്. ഈ സെയിം ചോയ്സ് എനിക്ക് മാത്രമല്ല പുറത്തുള്ള എല്ലാ ഓർഗാനിസത്തിനും എല്ലാം ആനിമൽസിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേച്ചറിൽ ഫുഡ് ചെയിൻ അല്ല, ഒരു കോംപ്ലെക്സ് ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്കാണ് കാണുന്നത്. ഫുഡ് ചെയിൻസിൻ്റെ ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്, അതിനെയാണ് ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിന്റും അത് തന്നെയാണ് പറയുന്നത്. തേർഡ് പോയിന്റ്, ഓൾ ദി ചെയിൻസ് ഫോൺ ബൈ ന്യൂട്രീഷണൽ റിലേഷൻസ് ഇസ് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് എനർജി ഫ്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു സൺ ഇസ് സെഡ് ടു ബി ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. സണ്ണിൽ നിന്ന് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴി പ്ലാന്റ്സ് എനർജി എടുത്തു. ഇനി ഈ പ്ലാന്റ്സ് ആ എനർജിയുടെ 90% യൂസ് ചെയ്തു, 10% മാത്രമേ അടുത്ത ആൾക്ക് കിട്ടത്തുള്ളൂ. സേ ഗ്രാസ് ഹോപ്പർ. ഇനി ഗ്രാസ് ഹോപ്പറിന് കിട്ടിയ ആ എനർജിയുടെ 90% ആ ഗ്രാസ് ഹോപ്പർ അത് യൂസ് ചെയ്യും, 10% അടുത്ത ആൾക്ക് കൊടുക്കും. ലെറ്റ്സ് സേ ഫ്രോഗ്. അപ്പോൾ എനർജി ഫ്ലോ ചെയ്യുന്ന പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇക്കോസിസ്റ്റം ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും. സോ ഇതിൻ്റെ ആൻസർ ഷുഡ് ബി ഡി, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് BSO എക്സാമിൽ പ്രതീക്ഷിക്കാവുന്നത്. നല്ലപോലെ ഒന്ന് ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സെഷൻ ചിപ്പി അതെന്താ പാട്ട് വല്ലതും ആണോടാ? എന്തായാലും okay, with this we have come to the end of the BSO series. നിങ്ങൾ ഇത്രയും നാളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് വളരെ സന്തോഷം. എന്തായാലും നിങ്ങളുടെ എക്സാംസ് അടിപൊളിയായിട്ട് പോകട്ടെ എന്ന് വിശ്വസിക്കുന്നു, വിഷ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് ബൈ, ടേക്ക് കെയർ.